ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് നെഹമ്യാ ചാപ്റ്റർ 8. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചത്. ഞാൻ ആ വാക്യങ്ങൾ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാം, 4 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാം, മറ്റ് പിന്നാലെ സമയം പോലെ വായിക്കാമെന്ന് വിചാരിക്കുന്നു. നെഹമ്യാ ചാപ്റ്റർ 8 ഫസ്റ്റ് 4 വേഴ്സസ്. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവന്നു. നീർവാതിലിന് അരിയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചതുകൊണ്ട് ഈ വേദഭാഗം ഒരു പക്ഷേ നമുക്ക് ഫെമിലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. I think that this the passage which I just read, it is familiar because I already read last week too. വളരെ പ്രാധാന്യതയുള്ള എല്ലാവരും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാനായിട്ട് പ്രത്യേകാൽ പോകുന്നത്. I am going to tell a very specific thing, especially we need to keep that in our mind forever. ദൈവസഭ എപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ കൾട്ടായിട്ടുള്ള തെറ്റായ ഡോക്ട്രിൻ പഠിപ്പിക്കുന്ന ആളുകളുടെ അറ്റാക്ക് എപ്പോഴും ദൈവസഭയ്ക്ക് ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ 2000 വർഷമായിട്ട് അതങ്ങനെ ഉണ്ടായിട്ടുണ്ട്. For the past 2000 years, almost always churches of God are facing cult group. ഇപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പദങ്ങൾ, ഒരു 10-15 ഇയേഴ്സ് മുമ്പ് നമ്മുടെ എല്ലാ ശുശ്രൂഷകന്മാരെയും വിളിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റേഴ്സ് എന്നായിരുന്നു അല്ലേ? പ്രസംഗിക്കാൻ നേരത്ത് വിളിക്കുന്നത് പാസ്റ്റർ എന്നായിരുന്നു, അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് എന്നായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം ഒരു നല്ല ടീച്ചർ എന്നാണ്. ഈ ഒരു 3 പേരില്ലേ നമ്മുടെ സർക്കിളിൽ ഉണ്ടായിരുന്നുള്ളൂ. Almost for the past 10-15 years, whoever preaches a word, we usually address them either pastor, evangelist or a teacher. ഈ ഒരു 3 പേരാണ്. കാര്യം അത് വളരെ ബിബ്ലിക്കൽ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു വന്നത്. Because it is a biblical term, that's the reason we use those terms. എന്നാൽ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് ആഫ്രിക്കയിലും നമ്മുടെ ഈ നോർത്ത് അമേരിക്കയിലും ഈവൻ ഇന്ത്യയിലും ഒരു 10 ഇയേഴ്സ് ആയിട്ടുണ്ട്, പല ആളുകളെയും അവർ തന്നെ അറിയപ്പെടുന്നത് അപ്പോസ്റ്റൽ പ്രോഫറ്റ് എന്നാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? But nowadays, have you ever noticed, especially in Africa and Northern America and in certain parts of India, those who are preaching, they themselves are introducing apostles or prophets. ഈ കഴിഞ്ഞ ആഴ്ച ഞാനൊരു കാര്യം ഒരാൾ എഴുതി വെച്ചേക്കുന്നത് വായിച്ചു. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം എഴുതി വെച്ചേക്കാണ്. ഗ്രേറ്റ് അപ്പോസ്റ്റൽ എന്നാണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു മലയാളിയെ പറഞ്ഞതാണ് ഗ്രേറ്റ് അപ്പോസ്റ്റൽ. എനിക്കാകെ കൂടി ഗ്രേറ്റ് അപ്പോസ്റ്റൽ 13 പേരെ ഉള്ളെന്ന് എൻ്റെ അറിവിൽ. ഈ 12 യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്റ്റലന്മാരും പോളിനെ ആ ഗണത്തിലേക്ക് കർത്താവ് എന്ത് ചെയ്തു? അങ്ങനെ എൻ്റെ വേദപുസ്തക പരിജ്ഞാനത്തിൽ 13 പേരാണ് ആ കാറ്റഗറിയിലുള്ളത്. Last week also I noticed one person from Kerala, he was introducing the preacher as a great apostle. ഈ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ അറിയാം, എല്ലാ അപ്പോസ്റ്റലന്മാർക്ക് എവിടെയേലും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടോ? ന്യൂ ടെസ്റ്റ്മെന്റിനകത്തില്ല. പ്രോഫറ്റ്സിന് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടില്ല. എല്ലാം കൊടുത്തേക്കുന്ന ആർക്കാണ്? എൽഡേഴ്സ്, ഡീക്കൻസ്, ബിഷപ്പ്. അങ്ങനെ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ എൽഡർ എന്ന് പറഞ്ഞാൽ സെയിം ആളാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് റൂൾസ് വേദപുസ്തകത്തിനകത്ത് കൊടുത്തേക്കുന്നത്. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് കൊടുത്തേക്കുന്നത്. In the book of Bible, we can see the duties are assigned to elders or deacons or bishops. That's what we can see in the book of the Bible. First Timothy and Titus ഇതിനകത്തെല്ലാം കാണാം ആ കാര്യങ്ങൾ. We can see those instructions for deacons in First Timothy and in Titus. ഈ വേറൊരാളുടെ ഒരു പോസ്റ്റർ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു വിട്ടിരിക്കുന്ന ചിലർക്ക് അദ്ദേഹത്തെ വളരെ പേഴ്സണലായിട്ട് അറിയാം. പേരിൻ്റെ യോഗത്തിന് ശേഷം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ ആ ടൈറ്റിൽ വെച്ചേക്കാണ് റിവൈവലിസ്റ്റ് സോ ആൻഡ് സോ. എവിടെയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
And another post I noticed last week, one of the persons who is putting himself as the revivalist. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോയും പേര് വെച്ചേക്കുന്നത്. And then he is posting his picture and his message. ഈ നമ്മുടെ ഈ പാവങ്ങളായ ദൈവമക്കൾ ഇതിനെപ്പറ്റി ഒട്ടും അവെയർ അല്ലാത്തതുകൊണ്ടാണ് അവരുടെ പ്രോഡക്റ്റ് ഒക്കെ വിറ്റ് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. Since the audience is not at all familiar the trap or the problem within these, that's the reason they are not noticing it correctly. ശ്രദ്ധിച്ചേ, ഞാനത് പറഞ്ഞു വരുന്നത്, ഞാനൊരു വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ന് ഈ പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക, അങ്ങനെയുള്ള സിംബാബ്വെ, ഈ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു ഓർഗനൈസേഷനിൽ, ആ ഓർഗനൈസേഷൻ്റെ പേര് NAR എന്നാണ്. NAR. അതെപ്പോഴും ഈ ചർച്ചിലെ ആളുകൾ, നമ്മുടെ സർമൺ കേൾക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. അവർ ഇത് നോട്ടീസ് ചെയ്യണം. NAR എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. NAR. Currently in certain part of Africa there is a new here also a new organization titled NAR. ഇംഗ്ലീഷുകാർക്ക് അറിയാവുന്ന പേര് പറയാം. ബിൽ ജോൺസൺ, സ്റ്റീഫൻ ഫെഡറിക്, ടോഡ് വൈറ്റ്, ഇവരെല്ലാം അതിൻ്റെ ഭാഗമാണ്. Todd White, Stephen Frederick and certain other people are one of the members of this group. ആ ഗ്രൂപ്പിലുള്ള അതിനോട് അലൈൻമെന്റ് ചേർന്ന് പോകുന്ന ആളുകളാണ് പാസ്റ്റർ എന്നോ ഇവാഞ്ചലിസ്റ്റ് എന്നോ ടീച്ചർ എന്നോ അവരൊരിക്കലും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. അവരെ തെറ്റി പറയുന്നത് ഒന്നെങ്കിൽ പ്രോഫറ്റ് എന്നായിരിക്കും, അല്ലെങ്കിൽ അപ്പോസ്റ്റൽ എന്നായിരിക്കും. Those preachers in that associated with that group NAR, they are introducing themselves not as a pastor or an evangelist or a teacher, but they are introducing themselves as great apostle or a prophet. ഇന്ത്യയിലേക്ക് ഇത് വന്നിട്ട് ഒരു 10-12 years ആയിട്ടുള്ളൂ. Almost 10-12 years this actually spread over to India as well. എന്നാൽ മറ്റ് കോണ്ടിനെന്റിൽ ഇത് ഒരു 20-25 years ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വായനയിൽ ഞാൻ മനസ്സിലാക്കിയത്. According to my study, almost 20 years in other continents this cult is spreading. NAR എന്നതിന്റെ ഫുൾ ഫോം ന്യൂ അപ്പോസ്റ്റോലിക് റിഫോർമേഷൻ എന്നാണ് അതിൻ്റെ പേര്. ന്യൂ അപ്പോസ്റ്റോലിക് റിഫോർമേഷൻ. ഇത് സൺഡേ ആണെന്ന് എനിക്കറിയാം, എങ്കിലും ഇത് മനസ്സിലാക്കണം. ന്യൂ അപ്പോസ്റ്റോലിക് റിഫോർമേഷൻ. The full form of NAR is New Apostolic Reformation. ആ കാറ്റഗറിയിൽ, ആ സംഘടനയിലുള്ളവരാണ് ഇവരെല്ലാവരും. Those category, these people are all included. അവർ പറയുന്നത് അപ്പോസ്തോലനും പ്രവാചകനും എങ്ങനായിരുന്നോ 1-ാം നൂറ്റാണ്ടിൽ ആ അപ്പോസ്തലന്മാരുണ്ടായിരുന്ന അതേ കാറ്റഗറിയിലേക്ക് ദൈവം ഞങ്ങളെ വിളിച്ചവരാണ്. അതുകൊണ്ടാണ് അവർ തന്നെ പറയുന്ന അപ്പോസ്തലൻ ആൻഡ് പ്രോഫറ്റ് എന്ന്. They were saying that in the first century, however the apostles were called directly by God, similarly we are also directly called as an apostle. അവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ പ്രസംഗത്തിനകത്ത് ഈ 66 പുസ്തകത്തെക്കാൾ അവർക്ക് പ്രാധാന്യത their personal experience ആയിരിക്കും. Instead of preaching from the 66 books of the Bible, they are usually preaching from their own personal experience. അവരുടെ ചില വാക്കുകളാണ് ഡൊമീനിയൻ. നമ്മൾ സിറ്റിയെ വാഴണം, ഗവൺമെന്റിനെ വാഴണം, ഇവിടുത്തെ ഫിനാൻസ് കോർപ്പറേറ്റിനെ വാഴണം. അവരുടെ ചിന്തകൾ, അവരുടെ പഠിപ്പിക്കലുകൾ എല്ലാം അങ്ങനെയാണ്. Their thoughts and their teachings were we have to rule over finances and certain things of this world, dominion over certain things. അവരുടെ നോട്ടത്തിൽ പാസ്റ്റർ എന്നോ ഇവാഞ്ചലിസ്റ്റ് എന്നോ ഉള്ളതൊക്കെ ഒരു ലോ ക്വാളിറ്റി ഉള്ള വിളിയാണ്. മറ്റേത് രണ്ടുമാണ് സൂപ്പർ കോളിംഗ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. According to their thinking, they are thinking that the pastor or an evangelist is such of a lower quality, but they are thinking and calling themselves as great apostle or great prophet. ഈ NARന്റെ ഭാഗം നിങ്ങൾക്ക് ഏതാണ്ടൊരു പിക്ചർ മനസ്സിലായി കാണും. ഇത് നമ്മുടെ ഇടയിൽ വളരെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പം ഒരാളെ അപ്പോസ്റ്റൽ എന്ന് വിളിക്കുന്നത് തെറ്റുണ്ടോ? ഇല്ല. അതായത് ഒരു വേദപുസ്തകത്തിൻ്റെ അർത്ഥത്തിൽ അപ്പോസ്റ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം വൺ ഹു സെന്റ്, അയക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. It is not a problem to call a person apostle. The apostle word meaning is one who is sent. അതായത് ഒരു സ്ഥലത്ത് പോകുന്നു, ഒരു വേല ആരംഭിക്കുന്നു, അദ്ദേഹത്തിലൂടെ ആ വേല ദൈവം അവിടെ വളർത്തുന്നു. ആ വ്യക്തിയെ ആ അർത്ഥത്തിൽ അപ്പോസ്റ്റൽ എന്ന് വിളിക്കാം.
if a person is being directed to a place, that person is going there, and if that person is starting or beginning a new worship, and then we can address that person as an apostle. ഈ ദൈവവചനത്തിന്റെ ട്രൂത്ത് പ്രസംഗിക്കുന്നയാളെ പ്രോഫറ്റ് എന്ന് വിളിക്കാം. കാര്യം ദൈവത്തിന്റെ അരുളപ്പാടാണ് അദ്ദേഹം പറയുന്നത്. If a person preaches the truth of the word of God, that person can be addressed as a prophet. എന്നാൽ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി 1 Corinthians 14 അകത്തുണ്ട്. അത് വേറെ കാര്യമാണ്, അത് ഗിഫ്റ്റ് ആണ്. But the gift of prophecy is especially mentioned in the book of 1 Corinthians 13 is different. That is one of the gifts from God. 1 Corinthians 12 ഇത് തമ്മിൽ ഈ നമ്മൾ അപ്പോസ്റ്റൽ പ്രോഫറ്റ് ആ പ്രൊഫസി അല്ല 1 Corinthians 12 പറയുന്ന ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി എന്നുള്ളത്. അത് രണ്ടും രണ്ടാണ്. This apostle or this title called prophet, that is different than 1 Corinthians chapter 12 gift of prophecy. ഈ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവർക്ക് ഈ മരിച്ചവരിൽ നിന്നൊക്കെ അനോയിൻറ്റിങ് കിട്ടുമെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. മരിച്ചവരിൽ നിന്ന് നിങ്ങൾ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ? ഇന്നയാളുടെ ഗ്രേവ് യാർഡിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, അവിടെ പോയി അതിനെപ്പറ്റി ഞാൻ വായിച്ചൊരു വാക്ക് ഇങ്ങനെയാണ്, laying on a graves of deceased Christians to absorb their anointing എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇവർ ഈ മരിച്ചുപോയ വലിയ മിഷണറിമാരുടെ ശവകുടീരത്തിലൊക്കെ പോയി കിടന്ന് ഉരുളാറൊക്കെ ഉണ്ട്. കാര്യം their thinking is അവരുടെ മേൽ വ്യാപരിച്ച ആത്മാവ് നമ്മുടെ മേൽ ലഭിക്കുമെന്ന് പറഞ്ഞ് അവർ ആ കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. But there is no evidence in the Bible. If it is not in the Bible, that is not biblical. അത് നമ്മൾ പറയാൻ ധൈര്യം കാണിക്കണം. ഒരു കൺസെഷനും അക്കാര്യത്തിൽ ഉണ്ടാകരുത്. Amen. They usually think that they can talk to the spirit of those who are passed away or deceased, and they usually go to cemetery, and that type of spirituality, we never ever follow that type of, it is not at all possible to see. It is not inside the Bible. അതുകൊണ്ട് ഈ NAR എന്ന് പറയുന്ന സംഘടനയെ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചോണം. നമ്മളറിയാതെ നമ്മുടെ ഇടയിലേക്ക് പെനിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡ് ഫോർ ദ ബൈബിൾ ആൻഡ് സ്റ്റാൻഡ് ഫോർ ദ സ്ക്രിപ്ചർ. Amen. So we need to be aware. Without even our knowledge, it is slowly penetrating into the midst of Christians. So be aware and resist the devil. നോക്കിയേ, കഴിഞ്ഞ ആഴ്ചയിൽ മലയാളികളുണ്ട് കേരളത്തിൽ കണ്ടായിരുന്ന ഒരു കാര്യം, ഒരു കമ്പെടുത്തിട്ട് യോക്കാണെന്ന് പറഞ്ഞ് ഒടിച്ചു കളഞ്ഞു. നിങ്ങളാരെങ്കിലും കണ്ടായിരുന്ന സംഭവം? എല്ലാം കണ്ടായിരുന്നു നിങ്ങളാരെങ്കിലും? ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഒരു കമ്പെടുത്തിട്ട് ആ നാട്ടിലെ സകല യോക്കിനെയും ബ്രേക്ക് ചെയ്യുമെന്നും പറഞ്ഞ് പാവം പിടിച്ച് ഉപദേശിമാരെല്ലാം കൂടെ കമ്പൊടിച്ച് ഇതിനെ നേതൃത്വം കൊടുത്ത ഒരാളുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ? എന്തിനാ ഈ കുഞ്ഞുങ്ങളെ പൊല്യൂട്ടഡ് ആക്കുന്നേ? അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടായോ അങ്ങനെ വല്ലതും കണ്ടിട്ട്? കമ്പൊടിച്ച യോക്ക് പോവുമെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു പരിപാടി. ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് ഈ ഒരു ഓർഗനൈസേഷനെ പറ്റി ഈ ലോക്കൽ ചർച്ചിൽ യങ്സ്റ്റേഴ്സ്, whenever you hear the title of apostle and prophet, look at the Bible and read and understand their wrong heretic theology. ഒരിക്കലും അതിൻ്റെ പുറകെ പോകരുത്. എല്ലാ കാര്യവും ഈ തിരുവെഴുത്തിനകത്തുണ്ടോ എന്ന് നോക്കി വേണം നമ്മുടെ ആത്മീയത മുന്നോട്ട് പോകാൻ. ഇല്ലാത്തതൊന്നും ദൈവികമല്ല. അതിൽ നമ്മൾ ഉറപ്പുണ്ടായിരിക്കണം. ഒരു കൺസെഷനും പാടില്ല, ഉറപ്പുണ്ടായിരിക്കണം. We need to be strong in the doctrine and check everything according to the scripture and test and follow. അതുകൊണ്ട് NARനെ സൂക്ഷിച്ചോണം. ഇങ്ങനെയുള്ള പേരുള്ളവരെ കാണുമ്പോഴേ പറഞ്ഞോണം ഇവനൊക്കെ അതിൻ്റെ ഭാഗമാണ്. ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. അത്ര ഓർത്തിരിക്കുക. So be aware of this organization called NAR. ഞാൻ റിവൈവലിനെ പറ്റി പറയുന്നതിന് ആമുഖം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. I just gave you an introduction about the revival. നിങ്ങൾ ആ 8-ാം അധ്യായത്തിലേക്ക് വന്നേ. എന്താണ് റിവൈവൽ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയായിരുന്നു വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ. Last week we already meditated about the revival. 8-ാം അധ്യായത്തിനകത്ത് നെഹമ്യായും എസ്രായും അവിടെ ഉണ്ടായിരുന്ന ലേവ്യരുടെയും ദൈവവചനത്തെ പറഞ്ഞു കൊടുക്കുന്നു. ജനം മാനസാന്തരത്തിലേക്ക് വരുന്നു. അവർ ദുഃഖിച്ച് അനുതപിച്ച് കരഞ്ഞ് ദൈവത്തെ നമസ്കരിക്കുന്നു. That is all about revival. Last week we mentioned about what is revival. Ezra started to open the book and started to read, and Nehemiah and all the other priests are interpreting for the congregation, and the congregation is coming to an repentance. That is true revival. ബാബേലിലെ എക്സൈലിൽ നിന്ന്
കടന്നു വന്ന 50,000 പേര് ആ വാട്ടർ ഗേറ്റിൻ്റെ മുന്നിൽ, ജെറുസലേമിൻ്റെ ആ വാട്ടർ ഗേറ്റിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടി നിന്നപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ എക്സ്പ്ലനേഷനാണ് 8-ാം അധ്യായം. The chapter 8 representing the incidents happened when almost 50,000 people, when they gathered in front of the water gate, what was happening throughout that area. നമ്മൾ ചിന്തിച്ച 2 വാക്കുണ്ടായിരുന്നു, ക്രൈ ഫോർ ദ വേർഡ് ആൻഡ് കൺഫ്രണ്ടേഷൻ വിത്ത് ദ വേർഡ്. ഈ 2 കാര്യം നമ്മൾ ചിന്തിച്ചിരുന്നു. We already meditated about 2 things, cry for the word of God and confrontation with the word of ഞാൻ God. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. 8-1 ജനമെല്ലാം അവിടെ കൂടിയിട്ട് ഒരേ സ്വരത്തോടെ ഒരുമനപ്പെട്ട് നമ്മളവിടെ വായിക്കുന്നത് ഒരു മനസ്സോടെ വിത്ത് വൺ അക്കോർഡ് അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് അവർ പറഞ്ഞു. Chapter 8 verse 1, we can see that all the people gathered as one man at the square which was in front of the water gate, and they asked Ezra the scribe to bring the book of the law of Moses. നോക്കൂ, വലിയ ഒരു അനുതാപത്തിലേക്ക്, ജനത്തെ വലിയൊരു മാനസാന്തരത്തിലേക്ക്, ബിബ്ലിക്കലായ ഒരു ഉണർവിലേക്ക്, ബൈബിൾ അനുശാസിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ഒരു റിവൈവലിലേക്ക് ജനത്തെ കൊണ്ടുവരുമ്പോൾ ആദ്യം അവിടെ ചെയ്യുന്നത്, ആ ജനത്തിനെല്ലാം മനസ്സിലായി, we need the word. One of the greatest revivals, its beginning we can see congregation is asking for the true word of God. അവിടെ ആ ക്രൈ ഫോർ ദ വേർഡ്, നിങ്ങൾ കണ്ടോ ആ പദം, ദൈവത്തിൻ്റെ വചനം കൊണ്ടുവരുവീൻ എന്ന് അവർ ഒരു മനസ്സോടെ ഒരുമിച്ച് എസ്രായോട് പറയുകയാണ് ആ വാക്യത്തിനകത്ത്. Congregation together in one accord, they were asking Ezra the scribe to bring the law or the book, and they wanted to hear from it. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉണർവെന്ന് നമ്മൾ കേൾക്കുമ്പോഴേ ഈ 8-ാം അധ്യായം നമ്മുടെ മനസ്സിൽ വേണം. ദിസ് ഈസ് ദ പ്രോട്ടോടൈപ്പ് ഓഫ് എവറി റിവൈവൽ. Amen. Chapter 8 of Nehemiah is the prototype of any revival. ഈ നിലയിലല്ലാത്ത ഒരു കാര്യവും ദൈവത്തിന് പ്രസാദകരമല്ല. പാവങ്ങളായ ദൈവമക്കൾ വളരെ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എവിടെയാണോ ദൈവവചനത്തിന്റെ കുറവുള്ളത് അവിടേക്ക് ദൈവവചനം കൊണ്ടുവരികയാണ്. അതാണ് the starting of revival. Always we need to see that the beginning of a revival is bringing back the word of God. നോക്കൂ, അവിടെ ആ പുസ്തകം കൊണ്ടുവരുന്നു, ആ പുസ്തകം ഉറക്കെ വായിക്കുന്നു. Not only the book was brought, but that book was being read loudly. ആ ദൈവവചനം വായിച്ചപ്പോഴാണ് ജനത്തിന്റെ ഇടയിൽ ആ കൺഫ്രണ്ടേഷൻ നടന്നത്. When they were reading the scripture, during that time confrontation with the word of God is happening in the congregation. നിങ്ങൾ 3-ാം വാക്യത്തിനകത്തോണ്ട് രാവിലെ മുതൽ ഉച്ചവരെ എല്ലാവരും കേൾക്കെ അത് ഉറക്കെ വായിച്ചു. He was reading from morning till noon. He was reading loudly so that everybody can hear. ആ വായിച്ചു എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഓർക്കുന്നോ? യോന നിനവയോട് പറഞ്ഞതുപോലെ 40 ദിവസം കൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം ഈ ജനത്തെ നശിപ്പിക്കും എന്ന് ഘോഷിച്ചു തുടങ്ങി. അതേ നിലയിൽ, അതേ ടോണിൽ, അതേ അധികാരത്തോടെ ഈ ഭക്തന്മാർ തിരുവെഴുത്ത് വായിച്ചു 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 കേൾപ്പിച്ചു. Similarly, we can see another incident when Jonah went to Nineveh for almost 40 days. He proclaimed, he loudly shouted during those areas of Nineveh, come back and repent, otherwise you are going to be destroyed. That same type of loudly they were reading from the scripture here. 4-ാം വാക്യം ആരംഭം, ഈ ആവശ്യത്തിനുണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. We can see in verse 6, Ezra the scribe stood at a wooden podium which they had made for the purpose. 5-ാം വാക്യം കണ്ടോ, എസ്രാ സകല ജനവും കാണുക പുസ്തകം തുറന്നു, അവൻ സകലത്തിനും മീതെയായിരുന്നു. അത് തുറന്നപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. Then in verse 5 we can see Ezra opened the book in the sight of all the people, for he was standing above all the people, and when he opened it all the people stood up. മീനിങ് ഒരു സ്റ്റേജ് അവിടെ ഉണ്ടായിരുന്നു, ഒരു പുൾപിറ്റ് അവിടെ ഉണ്ടായിരുന്നു. That means a stage was there and a pulpit was there. നിങ്ങളൊരു പദം അവിടെ കണ്ടോ, എസ്രാ സകലർക്കും മീതെയായിരുന്നു പുസ്തകം ബൈബിൾ തുറന്നപ്പോൾ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. We can see here Ezra was standing above all the people. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ?
The meaning is, സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷൻ പറയാം, വളരെ സീരിയസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. അതിൻ്റെ അർത്ഥം ദൈവവചനത്തിൻ്റെ സ്ഥാനമായിരിക്കണം ദൈവസഭയിൽ ഏറ്റവും ഉയർന്നിരിക്കേണ്ടത്. the meaning is the word of God should have the most priority in a congregation. ദൈവവചനമായിരിക്കണം സകലത്തിനും മീതെ നിൽക്കേണ്ടത്. അർത്ഥം എന്തുവാ? തിരുവെഴുത്തായിരിക്കണം നമ്മളെ നിയന്ത്രിക്കേണ്ടത്, തിരുവെഴുത്തായിരിക്കണം നമ്മളെ പണിയേണ്ടത്, തിരുവെഴുത്തായിരിക്കണം നമ്മൾ പുൾപിറ്റിൽ നിന്ന് കേൾക്കേണ്ടത്. മനസ്സിലാകുന്നോ? അല്ലാതെ അമ്മൂമ്മ കഥകളോ സ്റ്റോറിയോ ജോക്കോ ഒന്നും ആകരുത്. Scripture should be the leader of a congregation, and scripture should be standing as the top, or it should be the leader for a congregation. കാനവച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഒരു സിനിമ ആക്ടറുടെ പേര് കൂട്ടിയാണ് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഞാനത് അത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളോട് പറയുകയാണ്. കാനവച്ചൻ ഒരിക്കൽ പ്രസംഗിക്കാൻ നേരത്തെ പറഞ്ഞു, എൻ്റർടൈൻമെൻ്റ് ആണ് സഭയ്ക്ക് ആവശ്യമെങ്കിൽ ഇന്നസെൻറ്റിനെ വിളിച്ചാൽ പോരായിരുന്നോ എന്ന് അദ്ദേഹം ഒരു യോഗത്തിന് ചോദിച്ചു. അത് യൂട്യൂബ് വരത്തില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അച്ഛൻ ഒരു ദിവസം പ്രസംഗിച്ചാ ഇതിൻ്റെ സ്ഥാനം കണ്ടോ? നിങ്ങളെ വാക്ക് വായിച്ചേ. എസ്ര സകലർക്കും മീതെയായിരുന്നു. അർത്ഥം എന്താ? ബൈബിളിൻ്റെ സ്ഥാനം, തിരുവെഴുത്തിൻ്റെ സ്ഥാനം, ഉണർവ് നടക്കേണ്ടതിൻ്റെ ആ ഫൗണ്ടേഷൻ, അതിൻ്റെ ബേസിക് എന്നുള്ളത് റീഡ് ദ ബൈബിൾ. Amen. The basics or the beginning of revival should be from reading the word of God. അടുത്ത വാക്ക് താഴോട്ട് വരുമ്പം 8-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു, വായിച്ചത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞ് കൊടുത്തു. We can see in verse 8, they read from the book, from the law of God, translating to give the sense so that they understood the reading. ആ കൺഫ്രണ്ടേഷൻ നമ്മുടെ ഹൃദയത്തിൽ നടക്കണമെങ്കിൽ ഉണ്ടല്ലോ, തിരുവെഴുത്തിനോട് ഈ ഒരു ഭക്തൻ പറഞ്ഞ വാചകം ഇതാണ്: when the preacher takes the word of God seriously, it escalates in the people to take the word of God seriously. Amen. സഭയുടെ ശുശ്രൂഷകൻ ദൈവവചനത്തെ അതീവ ഗൗരവമായി കൈകാര്യം ചെയ്യുന്നവനാണെങ്കിൽ തൻ്റെ മുന്നിലിരിക്കുന്ന കോൺഗ്രിഗേഷനും ദൈവവചനത്തെ അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യും. If a preacher or a leader of a church take the word as serious, then the congregation also will always take the word as a very serious thing. നമുക്ക് പറ്റിയ കുഴപ്പം എന്നാണെന്നറിയാമോ? നമ്മളെ നടത്തുന്നവർക്ക് ദൈവവചനത്തോട് ഒരു ബന്ധവുമില്ല. പിന്നെ കേൾവിക്കാർക്ക് എങ്ങനെ ബന്ധം ഉണ്ടാകും? പ്രീച്ചർ ദൈവവചനത്തോട് സീരിയസ് ആണെങ്കിൽ കേൾവിക്കാർ ദൈവവചനത്തോട് സീരിയസ് ആയിരിക്കും. Amen. A preacher, if that preacher is serious to the word of God, then the listeners also will be serious with respect to the word of God. കണ്ടോ? പറഞ്ഞത് അർത്ഥം ഗ്രഹിക്കേണ്ടതിന് പൊരുൾ തിരിച്ചു കൊടുത്തു. When they read from the book, they were translating to give the sense so that they understood the reading. ന്യൂ ടെസ്റ്റ്മെന്റിൽ നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. ആരെന്നറിയാമോ? Philip. In the new book of New Testament, we can see a good example. Philip. സെയിം വേർഡിലാണ് പറഞ്ഞേക്കുന്നത്. അർത്ഥം ഒരുവൻ മീനിങ് പറഞ്ഞു തരാതെ എങ്ങനെ ഗ്രഹിക്കും? തിരുവെഴുത്തൊരുവൻ പറഞ്ഞു തരുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബ്ലാക്ക് പ്രിന്റ് ഓൺ എ വൈറ്റ് പേപ്പർ. അത്രേ ഉള്ളൂ. Amen. If the scripture is not interpreting correctly, then it is just a lot of black letters in a white page. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പറയുന്ന കാര്യം വെരി ക്ലിയർ ആയിരിക്കണം. So whenever we preach the word or preaching the scripture, it should be very clear. ഞാൻ അങ്ങനെ എക്സാമ്പിൾ അധികം പറയത്തില്ലല്ലോ. ഒരു എക്സാമ്പിൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ളതായിരിക്കും. I would like to mention an example. ഈ ഒരു വീട്ടിൽ ഈ വോളിൽ ഒത്തിരി പിക്ചേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. In one of the houses, in the wall of that house, there were a lot of pictures. ആ പിക്ചറിനകത്ത് ഒരു വലുപ്പമുള്ള ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ഒരു കുതിരയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിക്ചറുണ്ട്. One of the pictures, there was an old man who was sitting on a horse. ആ വീട്ടിൽ ഒരു 4 വയസ്സുള്ളൊരു കൊച്ചുണ്ട്. In that house, there was a child of 4-year-old. ആ പേരൻസ് ഈ പിക്ചർ ആരുടെയൊക്കെയാണെന്ന് ഇങ്ങനെ ആ കൊച്ചിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
Parents taught that child who are they in those pictures. അന്നേരം ആ പ്രായമുള്ള ആളുടെ അടുക്ക് വന്നപ്പോൾ പറഞ്ഞു, ദിസ് ഈസ് അവർ ഗ്രാൻഡ് ഫാദർ. Then that child mentioned, pointed at that picture and said, this is our grandfather. അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു. ദിസ് ഈസ് അവർ ഗ്രാൻഡ് ഫാദർ. This is our grandfather. He was in the military. ആ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റ് വന്നു. Okay, if you guest came over to that ഈ house one day, ഗസ്റ്റ് വന്നപ്പം ഈ പിക്ചേഴ്സ് ഒക്കെ ആരുടെയാണെന്ന് ഇങ്ങനെ അവർ ചോദിക്കുക. guest asked, who are those in those pictures? അങ്ങനെ ഈ അപ്പച്ചൻ്റെ ഈ ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോ ഇരിക്കുന്ന പിക്ചർ എത്തിയപ്പോൾ ഈ ഗസ്റ്റ് ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. At that time, when the grandfather's picture came, the guest asked the child, who is this? അങ്ങനെ വീട്ടുകാര് വളരെ എന്താ പറയുക പ്രൈഡോടെ പറഞ്ഞു, അത് ഞങ്ങളുടെ കൊച്ചിനോട് ചോദിച്ചാൽ പറയുമെന്ന് പറഞ്ഞു. They asked the family, who is this picture? And then the family told, ask our little child, 4-year-old, he or she ആ will കൊച്ചു tell. പറഞ്ഞു, ദിസ് ഈസ് അവർ ഗ്രാൻഡ് ഫാദർ. Then that little child replied, this is our grandfather. ആൾക്കാർക്കെല്ലാം ഭയങ്കര സന്തോഷം. 4 വയസ്സുള്ള കൊച്ചു പറഞ്ഞു, ദിസ് ഈസ് അവർ ഗ്രാൻഡ് ഫാദർ. When the people heard, because it was a 4-year-old, they were happy to hear that. അടുത്ത ചോദ്യം ഈ കൊച്ച് അവൻ്റെ മമ്മായോട് ചോദിക്കുക, Then the little child asked his or her mom, മമ്മ ആ ഗ്രാൻഡ് ഫാദറിന്റെ മുകളിൽ ഇരിക്കുന്നത് ആരാണ്? he was asking, who is sitting above the grandfather? മനസ്സിലായോ ഞാൻ പറഞ്ഞ സ്റ്റോറി എന്നാന്ന്? ഇത് ആരുടെ കുഴപ്പം? കൊച്ചിൻ്റെ കുഴപ്പമല്ല. പഠിപ്പിച്ചു കൊടുത്തപ്പം കുതിരയാണെന്നും കുതിരയുടെ മുകളിലിരിക്കുന്നതാണ് അപ്പച്ചനെന്നും ആര് പറയണമായിരുന്നു? Because when they taught the children, മനസ്സിലായി ഇല്ലെങ്കിലും ഒന്ന് ചിരിച്ച് എനിക്കൊരു സന്തോഷത്തിന്. the child, they were pointing at, and the child was thinking that the horse was the grandfather, because that is what they didn't explain, who is the horse or who is sitting on top of that ഈ horse. പല പ്രസംഗം കേട്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നേ, I was thinking, whenever we hear the word, usually we are thinking in this way, we are interpreting in this way, not totally understanding. ലേവ്യര് 50,000 പേരുടെ നടുവിൽ ലേവ്യരും നെഹമ്യായും എസ്തറും എസ്രായും നിൽക്കുകയാണ്. ആ 50,000 പേരോട് എങ്ങനെ പറഞ്ഞു കാണും? സ്മോൾ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് പോലെ രാവിലെ മുതൽ ഉച്ച വരെ നിന്നപ്പോൾ അവരിങ്ങനെ കാറ്റഗറിയായിട്ട് തിരിഞ്ഞ് അവരോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തു. അങ്ങനെ മാത്രമേ കൺഫ്രണ്ടേഷൻ നടക്കുകയുള്ളൂ. ഒരുവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ അവൻ കേൾക്കുന്ന സന്ദേശം ക്ലിയർ ആയിരിക്കണം. Hallelujah. Just imagine, almost 50,000 people were gathering. How they can translate all the word of God to all these 50,000? There might be a lot of small groups. They gathered together and they were translating. And we will get a true confrontation when we will understand clearly the word of God. തെളിവായി പറഞ്ഞു കൊടുത്തു. They interpreted the word of God in a very clear way. നിങ്ങൾക്കറിയാമോ, ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കറിയാലോ ചർച്ചിനെ പറ്റി. അവർ അന്നത്തെ ഇവാഞ്ചലിക്കൽ സഭകളെ, അന്നത്തെ പ്യൂരിറ്റൻസ്, അന്ന് വിശുദ്ധിക്ക് വേണ്ടി നിന്ന ആ പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കളിയാക്കുമായിരുന്നു. ഇവർ വെറും പ്ലെയിൻ പ്രീച്ചേഴ്സ് ആണ്, ഇവർക്ക് യാതൊരു ഫിലോസഫി അറിയത്തില്ല. അന്നേരം പ്യൂരിറ്റൻസ് പറഞ്ഞ മറുപടി എന്നാണെന്നറിയാമോ? യെസ്, വി ആർ പ്ലെയിൻ പ്രീച്ചേഴ്സ് ആൻഡ് ദ പ്ലെയിനർ ദ ബെറ്റർ. Amen. ആ തിരുവഴുത്തിന്റെ അർത്ഥം മനസ്സിലായോ? We are plain preachers. The plainer, the better. ഈ കാറ്റഗറിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. Hallelujah. വേറെ ഒന്നുമില്ല. Amen. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വീടിനേക്കാൾ വലിയ ഗറാജ് എനിക്ക് വേണ്ട. റീഡ് ദ ബൈബിൾ, എക്സ്പ്ലെയിൻ ദ ബൈബിൾ, ഗിവ് ദ ആപ്ലിക്കേഷൻ ടു ദ ഓഡിയൻസ്. Amen. We have to give supreme importance to the word of God. Praise the Lord. Amen. അതുകൊണ്ട് സർഫേസ് ലെവലിലൂടെ ഹൈഡ്രോപ്ലെയിനിങ് നടത്തിയാൽ ജനത്തിന് ഒരു മാറ്റവും എന്ത് ചെയ്യല ഉണ്ടാകില്ല. So we should not go through a surface level any word of God. We need to translate it really well. നോക്കൂ, കൺഫ്രണ്ടേഷൻ നടന്നപ്പോഴാണ് അടുത്തത് കൺവിക്ഷൻ നടക്കുന്നത്. ജനമെല്ലാം കരയാനായിട്ട് എന്ത് ചെയ്തു? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 3 പ്രാവശ്യം അവർ കരഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. 3 പ്രാവശ്യം അവർ ദുഃഖിച്ചു, അവർ കരഞ്ഞു, അവർ ദുഃഖിച്ചു. 3 ടൈംസ് 2 വാക്യത്തിനകത്ത് ആ പദം റിപ്പീറ്റ് ചെയ്യുകയാണ്.
we can see after a confrontation with the word of God, the congregation began to have a conviction. We can see 3 times the congregation started to cry or weep or cry, grieving. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ, ദൈവവചന കേൾവിയിൽ കണ്ണ് നിറയാറുണ്ടോ നമ്മുടെ? Let me ask you very honestly, when we hear the word of God, are we tearing up? നമ്മുടെ വേദനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നിറയുന്നത് സ്വാഭാവികമാണ്. എല്ലാവർക്കും, ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിക്കാൻ നേരത്ത് കണ്ണ് നിറയാറുണ്ട്. പക്ഷെ തിരുവെഴുത്ത് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ടോ? അങ്ങനെ നിറയുന്നതാണ് റിവൈവൽ. Hallelujah. Whenever we have a true confrontation with the word of God, are we able to repent? Are we able to tear up? That is truly the conviction. ദൈവവചനത്തെ വിളിക്കുന്നത് കണ്ണാടി എന്നാണ്, മിറർ എന്നാണ്. The word of God is It's like a there is mirror. simile. It is a mirror. Word of God is like a mirror. It provides an accurate reflection. Amen. Word of God is a mirror. It is an accurate representation or reflection. അതൊരു സ്പിരിച്വൽ മിറർ ആണ്. This is a spiritual ആ mirror. തിരുവെഴുത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ ഇന്നർമാനെ കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയണം. When we are standing in front of the word of God as a mirror, we should be able to see our inner man. ഒരു ഭക്തൻ പറഞ്ഞത് എങ്ങനെയാണ്? Every preacher who stand in a pulpit must be constantly holding up the mirror before the listeners. Amen. Hallelujah. ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴെല്ലാം ആ കണ്ണാടി ഉയർത്തി പിടിച്ചു വേണം ജനത്തിന്റെ മുന്നിൽ നിൽക്കാൻ. എൻ്റെ മുന്നിലിരിക്കുന്നവർ അവരെ തന്നെ ആ കണ്ണാടിയിൽ കാണണം. അങ്ങനെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ദൈവം എന്നെ ഇങ്ങനെയാണ് കാണുന്നത്. Whenever a preacher is standing on a pulpit and preaching, they always think that there is a mirror and they need to see themselves first. ഞാൻ അവിടെ ചെന്ന് നമ്മുടെ പ്രസംഗരൊക്കെ ഞാൻ അവിടെ ദൂത് പറഞ്ഞു, ഞാൻ അവിടെ പ്രസംഗിച്ചു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലജ്ജയില്ലെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഈ മിററും പിടിച്ചോണ്ട് അവിടെ നിന്നാൽ മതി, പ്രീച്ചറെ കാണണ്ട. ലെറ്റ് ദ ലിസണേഴ്സ് സീ their inner being and their great God. Amen. Praise the Lord. Let the listeners listen to the word of God and they see through that mirror. പക്ഷെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എല്ലാ ഓൾമോസ്റ്റ് പ്രീച്ചേഴ്സ്, ട്രൂത്ത് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്താ പറയുന്നത് കോൺഗ്രിഗേഷനോട്? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ എന്നല്ലേ പറയുന്നത്. പണ്ടൊരാൾ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, ആ വാചകം ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ദ പാസ്റ്റർ ഈസ് മോർ ലൈക്ക് എ ക്യാപ്റ്റൻ ഓഫ് എ ലവ് ബോട്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പുൾപിറ്റ് എന്ത് ചെയ്തേക്കുക? കഷ്ടം. അങ്ങനെയാണ് നെഹമ്യ പറഞ്ഞതെങ്കിൽ റിവൈവൽ ഉണ്ടാവുമായിരുന്നോ? ആ സെനൻസ് മറക്കരുത്. ശുശ്രൂഷകൻ വചനത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നവനാണെങ്കിൽ കോൺഗ്രിഗേഷൻ വചനത്തെ അതീവ സീരിയസ് ആയിട്ട് എടുക്കും. ശുശ്രൂഷകൻ ആ തിരുവെഴുത്ത് തുറക്കുന്നേ ഇല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. അവിടെ റിവൈവൽ ഉണ്ടാകുകയില്ല, അവിടെ അവേക്കനിങ് ഉണ്ടാകുകയില്ല, അവിടെ റീഫോർമേഷൻ ഉണ്ടാകുകയില്ല, അവിടെ ദൈവപ്രസാദം ഉണ്ടാകുകയില്ല, അവിടെ ആത്മനിറവ് സംഭവിക്കുകയില്ല. A preacher should be serious about what he is preaching. If he is truly preaching the word of God and if the congregation is having a confrontation with the word of God, then there will be a revival amongst them. പീറ്റർ പ്രസംഗിച്ചപ്പം വചനം അവരുടെ അകത്ത് എന്ത് ചെയ്തെന്നാ? കുത്തുകൊണ്ടെന്നാ വായിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ആക്സ് 2 നിങ്ങൾ വായിക്കണം. പീറ്ററിന്റെ പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ ജനം എഴുന്നേറ്റു. എന്തിനാണെന്നറിയാവോ? ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അന്ന് പീറ്റർ കാര്യം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ വിശ്വസിച്ച് സ്നാനപ്പെട്ട രക്ഷിക്കപ്പെടും. എന്നിട്ട് പ്രസംഗം നിർത്തിയില്ല. ഹി കണ്ടിന്യൂഡ് ഹിസ് സെർമൺ. ചാപ്റ്റർ 2 വായിച്ചു നോക്കിയാൽ മതി. പല വാക്കുകളാൽ അവരെ വീണ്ടും പീറ്റർ ഉപദേശിച്ചു. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് early church. Early church, we can see at the day of Pentecost when Peter was preaching. During his preaching itself, congregation stood up and asked, what should we need to be saved? And Peter was explaining and still he was continuing the preaching. Congregation was getting repentance. നോക്കൂ, ആ
കുത്തുകൊണ്ടു എന്ന് വായിക്കുന്നില്ലേ? ആ സെയിം വേർഡാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ പറ്റി എബ്രായ ലേഖനം ഹീബ്രൂസ് 4:12 വായിക്കുന്നേ, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, അവനോടാണ് ഞങ്ങൾക്ക് കാര്യമുള്ളത്. Whenever a true word of God is being preached from the pulpit, it will confront the congregation. How? We can see in Hebrews chapter 4 verse 12. For the word of God is living and active and sharper than any two-edged sword and piercing as far as the division of soul and spirit, of both joints and marrow, and able to judge the thoughts and intentions of the heart. അവിടെ 8 കാര്യം ആ വാക്യത്തിനകത്തുണ്ട്. 8 കാര്യം. ഞാൻ അതിൻ്റെ പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞു നിർത്താം. There are 8 points in that verse. എന്താ വാട്ട് ദ സ്ക്രിപ്ചർ ഈസ് എന്നാണ് ആദ്യത്തെ ഭാഗം. What the scripture is, that is what the first portion. ഫസ്റ്റ് വൺ ഡിവൈൻ വേർഡ്, ദൈവത്തിന്റെ വചനം ഡിവൈൻ വേർഡ്. The word of God is divine. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബ്രീത്ത് ഔട്ട് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്. Amen. It was breathed out from the mouth of God. ഈ ഓൾ ബൈബിളിനകത്ത് there is no blend chapter. മനസ്സിലാവുന്നോ? There is no blend chapter. There is not a single dull verse in the Bible. 66 പുസ്തകവും റേസർ ഷാർപ്പ് ആണെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. Amen. All the verses of the word of God, they are nothing but it is sharper than any double-edged sword. It's a divine word. These are divine words. Second, ദൈവത്തിന്റെ വചനം ജീവനുള്ളത്. It is a living word. Word of God is living. വേറെ എല്ലാം ഡെഡ് ആണ്. ഇറ്റ് ഈസ് എ ലിവിംഗ് വേർഡ്. Everything else is dead, but the word of God is living. ഒരു പക്കം പറഞ്ഞത് സ്ക്രിപ്ചർ ഈസ് അലൈവ്. ഇറ്റ് സ്പീക്സ് ടു മീ. ഇറ്റ് ഹാസ് ഫീറ്റ്. ഇറ്റ് റൺസ് ആഫ്റ്റർ മീ. ഇറ്റ് ഹാസ് ഹാൻഡ്സ്. ഇറ്റ് ലേയ്സ് ഹോൾഡ് ഓഫ് മീ. Amen. Hallelujah. എന്തൊരു സെന്റൻസ് അല്ലേ? തിരുവെഴുത്ത് എന്നെ പിടിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നു. കാര്യം എന്നാ? It is a living word. Amen. One man of God said that the word of God is living. That is the reason it is following me. It is capturing me. അടുത്തത് ജീവനുള്ളതും ദൈവത്തിന്റെ വചനം ജീവനുള്ളതും And active. ചൈതന്യമുള്ളത്. It is active word. And the word of God is not only living but is active. സൂപ്പർ നാച്ചുറൽ എനർജി. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കരച്ചിൽ വന്ന നിർത്താൻ ആരെങ്കിലും പറയുന്നിടം വരെ കരയും. Hallelujah. That is the energetic. Amen. The word of God has such an energy that it never die. It is an active ever. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ച. ഷാർപ്പർ. ഡിവൈൻ, ലിവിങ് ആൻഡ് ആക്റ്റീവ് ആൻഡ് ഷാർപ്പർ. നാല് പ്രത്യേകത. Divine, living, active, and it is sharper. ഇതാണ് തിരുവെഴുത്തിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത. That മനസ്സിലാവുന്നോ? is the beauty of the true word of ഇത് God. വായിക്കുമ്പം ഇത് ഡിവൈൻ ആണ്, ആക്റ്റീവ് ആണ്, ഇത് ഷാർപ്പർ ആണ് എന്ന ബോധ്യത്തോടെ വേണം നമ്മൾ ഒരു വാക്യം വായിച്ചാലും വായിക്കേണ്ടത്. Whenever we read the word of God, we have to think and understand this. The word of God is holy and it is active, it is living and it is sharper. ഇത് ചെയ്യുന്ന 4 കാര്യം എന്താണെന്നറിയാം? ഇറ്റ് പിയേഴ്സ് ദ സോൾ. And what does it do? It is piercing the soul. അകത്തോട്ട് കയറും. It is piercing into us and it is ഒരു dividing. ഭക്തൻ പറഞ്ഞ എന്നാന്നറിയാമോ? ഹോട്ട് നൈഫ് ബട്ടറിനകത്തൂടെ കയറുന്ന പോലെ. ബെസ്റ്റ് എക്സാമ്പിൾ. ഇത് പിയേഴ്സിംഗ് ആണ്. കുത്തുകൊണ്ടു യജമാനനെ രക്ഷ പ്രാപിപ്പാൻ. Piercing the word. The word usually piercing into our heart so that they will ask, what should I do in order to be saved? അടുത്ത ചിന്തകളെ. The word judges all the thoughts. Amen. It is actually entering, piercing, and it is judging the thoughts. അടുത്തത് the word of God exposes the heart. നിനവുകളെയും എന്നല്ലേ വായിക്കുന്നേ? തോട്ടിനെ എക്സ്പോസ് ചെയ്യുന്നു, നിനവുകളെ എക്സ്പോസ് ചെയ്യുന്നു, എൻ്റെ അകത്തെ മനുഷ്യനിലേക്ക് പിയേഴ്സ് ചെയ്യുന്നു. And it is actually judging the thoughts and the intentions of our heart. ഏറ്റവും അവസാനം അവൻ്റെ മുന്നിൽ സകലതും. നിങ്ങൾ ലെയ്ഡ് ബെയർ എന്നൊരു വാക്കാണ്. ലെയ്ഡ് ബെയർ മീനിങ് അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് സാക്രിഫൈസിലുണ്ടല്ലോ. ഒരു മൃഗത്തെ എടുത്തിട്ട് അതിൻ്റെ പെടലി
കണ്ടിച്ചു വിടുമ്പം അങ്ങനെ ഓപ്പണായി വരത്തില്ല, ഇങ്ങനെ ആ സ്ലിറ്റ് ചെയ്യുമ്പം ആ പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദിസ് ഈസ് ദ വർക്ക് ഓഫ് ദ വേർഡ്. The work of the God we can see. It is actually dividing, and all things are open and laid before plainly. Nothing is hidden from his sight. അവിടുത്തെ ഒരു വാക്കൂടെ ഉണ്ട്, ഇറ്റ് ഈസ് ഏബിൾ ടു ജഡ്ജ്. ഏബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? ഇറ്റ് ഈസ് ഓൾ സഫിഷ്യന്റ് സ്ക്രിപ്ചർ. Amen. This scripture This is is all able. sufficient. It is ഇതിനോട് ഇന്നത്തെ ദുരുപദേശകർ പറയുന്നത് എന്നാണെന്നറിയാമോ? അപ്പോസ്തലന്മാർ ഉപദേശം അന്ന് സഭ കേട്ട പോലെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നാണ് അവർ പറഞ്ഞത്. ബട്ട് വാട്ട് ദേ ആർ സെയിങ് ഈസ് നോട്ട് ഇൻ ദ ബൈബിൾ, ദെൻ ദാറ്റ് ഈസ് ഹെററ്റിക്. Amen. Currently that cult group, they were saying that listen to them because they were apostles. But that is not, the scripture is saying that. We have to go back and think through the scripture. Praise the Lord. Hallelujah. ഒന്ന്, cry for the word. Second, confrontation with the word. Third, conviction by the word. Amen. ഇതാണ് ട്രൂ റിസൾട്ട്. പിയേഴ്സ് ചെയ്യണം. ഇനി നമുക്ക് റിവൈവൽ ഉണ്ടാവണം. 4 കാര്യങ്ങളെ ഉണ്ട്. നമുക്കത് ആവശ്യമുണ്ടോ? ഈ 4 ടെസ്റ്റിൽ നമ്മൾ പരാജയപ്പെട്ട നമുക്കത് വേണം. ഒന്ന്, ദൈവവചനത്തോട് താല്പര്യം ഇല്ല എങ്കിൽ വി നീഡ് റിവൈവൽ. Amen. Hallelujah. സെക്കൻഡ്, ആത്മീയ കൂട്ടായ്മയോട് താല്പര്യമില്ലെങ്കിൽ വി നീഡ് റിവൈവൽ. തേർഡ്, പാപത്തെ സീരിയസ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ വി നീഡ് റിവൈവൽ. 4-മത്തേത്, ആത്മീയതയ്ക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റ് ആത്മീയതയാണെങ്കിൽ വി നീഡ് റിവൈവൽ. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്താം. രഹബയാം എന്ന് പറയുന്നൊരു കിങ് ഉണ്ടായിരുന്നു ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ. അദ്ദേഹം ചെയ്തത് എന്നാണെന്നറിയാമോ? ഈജിപ്റ്റ് വന്ന് സകല ആയുധങ്ങൾ എടുത്തുകൊണ്ട് പോയപ്പം ഈ രഹബയാം ചെയ്ത കാര്യം എന്നാണെന്നറിയാമോ? ബ്രോൺസ് കൊണ്ട് അതിൻ്റെ എല്ലാം മോഡൽ എന്ത് ചെയ്തു? ഞാൻ വേദഭാഗം വായിക്കുമ്പോൾ ഓർക്കുന്നത്, ഇത് നമ്മളിൽ പലരുടെയും സ്പിരിച്വാലിറ്റിയുടെ ഒരു ചിത്രമാണ്. ഒറിജിനൽ പോയി കാഴ്ചയ്ക്ക് ഒരെണ്ണം ബ്രോൺസ്. വി നീഡ് റിവൈവൽ. അത് വചനത്തിലേക്കാകട്ടെ. യു ക്യാൻ ഗോ പ്ലീസ്. കർത്താവിൻ്റെ നാമം നമ്മിലൂടെ മഹത്വം എടുക്കട്ടെ.